ഇത് നമ്മളുടെ ലാസ്റ്റ് കേസാണ്. ഇപ്പോൾ നമ്മളിപ്പം ടോട്ടൽ 3 കേസ് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കേസ് എന്ന് പറയുമ്പോഴത്തേക്കിന് 2 എൻഡും ഹിഞ്ചഡ് ആയിരുന്നു. അപ്പോൾ 2 എൻഡിലെയും കണ്ടീഷൻ സെയിം ആയിരുന്നു. രണ്ടാമത്തെ കേസ് എന്ന് പറയുമ്പോഴത്തേക്കിന് ഒരു എൻഡ് ഫിക്സ്ഡും അതർ എൻഡ് ഫ്രീ ആയിരുന്നു. മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് 2 എൻഡും എന്താണ്, ഫിക്സ്ഡ് ആണ്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ പറഞ്ഞതിൽ 2 കണ്ടീഷൻസിൽ ഈ എൻഡ് കണ്ടീഷൻസ് രണ്ടും എന്തായിരുന്നു, സെയിം ആയിരുന്നു അല്ലേ. പക്ഷേ ഇവിടെ വരുമ്പോഴത്തേക്കിന് നമ്മളുടെ എൻഡ് കണ്ടീഷൻ ഡിഫറൻ്റ് ആണ്. ഒരു എൻഡ് ഫിക്സ്ഡും അതർ എൻഡ് എന്താണ്, ഹിഞ്ചഡും ആണ്. ഓക്കെ, സോ അവിടെ ഉള്ള ടോട്ടൽ റിയാക്ഷൻസ് കാണിക്കുക. ഒരു ഫിക്സഡ് വരുവാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ കാണും, ഹൊറിസോണ്ടൽ റിയാക്ഷൻ കാണും, അവിടെ ഒരു മൊമെൻറ്റ് കാണും. ഇനി അടുത്തൊരു പിൻ ജോയിൻ്റ് ആണ് വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഹിഞ്ചഡ് ജോയിൻ്റ് ആണ് വരുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഹൊറിസോണ്ടൽ റിയാക്ഷനും വെർട്ടിക്കൽ റിയാക്ഷനേ കാണത്തുള്ളൂ. ഓക്കെ, അതായത് ഇപ്പോൾ ഇതൊരു പിൻ ജോയിൻ്റ് ആണ്. അപ്പോൾ ഈ പിൻ ജോയിൻറ്റിൽ റിയാക്ഷൻ എന്ന് പറയുമ്പം ആ ഒരു മോഷനെ റെസിസ്റ്റ് ചെയ്യുന്ന ഫോഴ്സ് ആണെന്തെന്ന് പറയുന്നത് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതൊരു പിൻ ജോയിൻ്റ് ആണ്. ഓക്കെ, സോ ഇവിടെ നിന്ന് പറയുന്നത് ഇതിന് ഹൊറിസോണ്ടലി മൂവ് ചെയ്യാനും പറ്റത്തില്ല, വെർട്ടിക്കലി എന്ത് ചെയ്യാനും പറ്റത്തില്ല, മൂവ് ചെയ്യാനും പറ്റത്തില്ല. സോ ഒരു ഹൊറിസോണ്ടൽ റിയാക്ഷനും ഉണ്ട്, ഒരു വെർട്ടിക്കൽ റിയാക്ഷനും ഉണ്ട്. സോ അതുകൊണ്ടാണ് അതിന് ഹൊറിസോണ്ടലി മൂവ് ചെയ്യാനും വെർട്ടിക്കലി മൂവ് ചെയ്യാനായിട്ടും പറ്റാത്തത്. പക്ഷേ ഇതിനെന്ത് ചെയ്യാം, ഇങ്ങനെ റൊട്ടേഷൻ പോസിബിൾ അല്ലേ, ഇങ്ങനെ റൊട്ടേഷൻ പോസിബിൾ അല്ലേ. സോ അവിടെ എന്ത് വരത്തില്ല, ആ ഒരു മൊമെൻറ്റ് വരത്തില്ല, കാരണം റൊട്ടേഷൻ പോസിബിൾ ആണ്. ഇനി അടുത്ത് ഇതിനെ ഫിക്സ് ചെയ്യുകയാണ്. ഇവിടെ ഞാൻ എന്ത് ചെയ്തേക്കാണ്, ഫിക്സ് ചെയ്തേക്കാണ്. അപ്പോൾ ഹൊറിസോണ്ടലി മൂവ്മെൻറ്റ് പറ്റത്തില്ല, വെർട്ടിക്കലി മൂവ്മെൻറ്റ് പറ്റത്തില്ല, അതുപോലെ തന്നെ ആ റൊട്ടേഷനും എന്ത് ചെയ്യുന്നില്ല, പറ്റത്തില്ല. ഓക്കെ, സോ ആ 3 റിയാക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഫിക്സ് ചെയ്യുമ്പം അവിടെ വരുന്നുണ്ട്. സോ അതാണ് അവിടെ കാണിച്ചേക്കുന്നത്. ഇനി നമ്മൾ അവിടെ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്തു. സെക്ഷൻ നമ്മുടെ ശ്രദ്ധിക്കണം, ആ പിൻ എൻഡിൽ നിന്നാണ് എന്ത് ചെയ്തേക്കുന്നത്, സെക്ഷൻ എടുത്തേക്കുന്നത്. ഓക്കെ, കാരണം ആ പിൻ എൻഡിന് അടുത്തായിട്ടായിരിക്കും അവിടെ ബക്ലിംഗ് എന്ത് വരുന്നത്, കൂടുതൽ വരുന്നത്, ഡിഫ്ലക്ഷൻ കൂടുതൽ വരുന്നത്. സോ അതിൻ്റെ അടുത്തായിട്ടാണ് നമ്മൾ എന്ത് എടുത്തേക്കുന്നത്, ആ സെക്ഷൻ എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മളുടെ സെക്ഷൻ ഇതാണ്. ആ സെക്ഷനിലുള്ള ഡിഫ്ലക്ഷൻ ഇത്രയാണ്, ആ സെക്ഷനിലെ ഡിഫ്ലക്ഷൻ y എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ എക്സ് എന്ന് പറഞ്ഞ സെക്ഷൻ അബൌട്ട് ആയിട്ടുള്ള മൊമെൻ്റ് ആണ് എടുക്കേണ്ടത്. ഇനി ആ എക്സ് എന്ന് പറഞ്ഞ സെക്ഷനിൽ എവിടെ ആയിരിക്കും എടുക്കേണ്ടത്, ഇതേണ്ടേ ആ നമ്മുടെ ആ കോളം ഉള്ള ആ കോളത്തിലെ പോയിന്റ് അബൌട്ടായിട്ടായിരിക്കും എന്തെടുക്കേണ്ടത്, മൊമെൻ്റ് എടുക്കേണ്ടത്. സോ ഈ പോയിന്റ് അബൌട്ടായിട്ട് മൊമെൻ്റ് എടുക്കുക. മൊമെൻ്റ് എടുക്കുമ്പോഴത്തേക്കിന് നമ്മുടെ ലോഡെന്ന് പറയുന്നത് എന്താണ്, ഒരു സൈഡിൽ എടുക്കുക. ഓക്കെ, ഈ ഒരു സൈഡിൽ മാത്രം കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ ലോഡ് ഇൻറ്റു ഡിസ്റ്റൻസ്, ലോഡെന്ന് പറയുന്നത് പി ആണ്, പി ഇൻറ്റു എന്താണ് വൈ. അപ്പോൾ മൊമെൻ്റ് ഈസിക്വൽ ടു പി ഇൻറ്റു വൈ. ഇതിൻ്റെ അടുത്ത് നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഇവിടെ ബെൻഡ് ആവുന്നത്. ഇവിടെ കോൺകേവിറ്റി എങ്ങനെയാണ് വന്നിരിക്കുന്നത്, ആ കോൺകേവിറ്റി അല്ലെങ്കിൽ ആ കുഴിയുള്ള പോർഷൻ എന്താണ്, നമ്മുടെ ആ സ്ട്രെയിറ്റ് ആക്സിസിന് അടുത്തായിട്ടല്ലേ വന്നിരിക്കുന്നത്. സോ എന്ത് കൊടുക്കുക, മൈനസ് കൊടുക്കുക. സോ മൈനസ് പി ഇൻറ്റു വൈ. ഓക്കെ, ഇനി അടുത്തായിട്ട് വരുന്നതെന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മുടെ ഈ ഒരു സൈഡിൽ പി കാരണം ഉള്ള മൊമെൻറ്റ് നമ്മൾ പറഞ്ഞു. ഇനി അടുത്തായിട്ട് ഈ എച്ച് എന്ന് പറഞ്ഞ ലോഡില്ലേ, ഈ എച്ച് എന്ന് പറഞ്ഞ ലോഡ് കാരണം അവിടെ എന്തോ ഉണ്ടാകുന്നുണ്ട്, ഒരു മൊമെൻ്റ് ഉണ്ടാകുന്നുണ്ട് അല്ലേ. ഇവിടെ നമ്മൾ ഈ പോയിന്റ് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോഴ്സ്, ഈ പി എന്ന് പറഞ്ഞ ഫോഴ്സ് കാരണം എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മൊമെൻ്റ് ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ കൂട്ട് ഈ പോയിന്റിന് പോയിട്ടായിട്ട് ഈ എച്ച് എന്ന് പറഞ്ഞ ഫോഴ്സ് കാരണവും എന്ത് ചെയ്യുന്നുണ്ട്, മൊമെൻ്റ് ഉണ്ടാകുന്നുണ്ട്. കാരണം ആ പോയിന്റിൽ നിന്ന് ഒരു ഡിസ്റ്റൻസ് മാറിയാണ് പി ആക്ട് ചെയ്യുന്നത്, അതുപോലെ ആ പോയിന്റിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് മാറിയാണ് എച്ച് ആക്ട് ചെയ്യുന്നത്. സോ പി കാരണവും എച്ച് കാരണവും അവിടെ മൊമെൻ്റ് ഉണ്ടാകുന്നുണ്ട്. ഇനി അടുത്ത് എച്ച് കാരണമുള്ള മൊമെൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കിന് എച്ച് എന്ന് പറഞ്ഞ ഫോഴ്സ് ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ്. ഓക്കെ, എച്ച് എന്ന് പറഞ്ഞ ഫോഴ്സ് ഇൻറ്റു എന്താണ്, എക്സ് എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ആണ് അവിടെ വരുന്നത്. അപ്പോൾ ഈ ഒരു മൊമെൻറ്റ് നമ്മളുടെ ഈ എച്ച് കാരണമുള്ള മൊമെൻ്റ് എന്ന് പറയുമ്പോൾ എച്ച് ഇൻറ്റു എക്സ് അല്ലേ വരുന്നത്. അപ്പോൾ ഈ എച്ച് ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ് വരുന്നത്, ഇങ്ങനെയാണ് ആ ഒരു മൊമെൻറ്റിൻ്റെ എഫക്റ്റ് വരുന്നത്. ഓക്കെ, സോ അതെന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മളുടെ ആ കോളത്തിന്, ആ ഡിഫ്ലക്റ്റ് ആയ കോളത്തിനെ വീണ്ടും എന്താണ്, സ്ട്രെയിറ്റ് ആക്കാനായിട്ടാണ് നോക്കുന്നത് അല്ലേ. അപ്പോൾ ഡിഫ്ലക്റ്റ് ആയ കോളത്തിനെ നമ്മുടെ സ്ട്രെയിറ്റ് ആക്കാനായിട്ടാണ് നോക്കുന്നത്. സോ അതെന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഈ മൈനസ് പി വൈയുടെ ഓപ്പോസിറ്റ് ആയിരിക്കും വരുന്നത്. സോ അതെന്ത് കൊടുക്കുക, ഒരു പ്ലസ് കൊടുക്കുക. ഓക്കെ, കാരണം ഇതെന്ന് പറയുന്നത് ഇതിനെ ഈ ഒരു പൊസിഷൻ, അതായത് നമ്മുടെ സെൻറ്ററിൽ നിന്ന് പുറത്തോട്ട് കൊണ്ടുവരാനായിരുന്നു നോക്കുന്നത്. സോ അതുകൊണ്ട് അത് മൈനസ് മൊമെൻ്റായി. അതേസമയത്ത് ഈ എച്ച് എന്ന് പറഞ്ഞ മൊമെൻറ്റ് എന്താണ് ചെയ്യുന്നത്, അതിനെ വീണ്ടും പഴയ പൊസിഷനിലോട്ട് കൊണ്ടുവരാനായിട്ടാണ് ശ്രമിക്കുന്നത്. ഓക്കെ, സോ നേരത്തെ ആ പി ഇൻറ്റു വൈ എന്ന് പറഞ്ഞ മൊമെൻറ്റിൻ്റെ ഓപ്പോസിറ്റ് എഫക്റ്റാണ് ആര് തരുന്നത്, എച്ച് ഇൻറ്റു എക്സ് തരുന്നത്. സോ അതിനെന്താണ് ഓപ്പോസിറ്റ് സൈൻ പ്ലസ് കൊടുക്കുക. ഓക്കെ, ഇനി അടുത്ത നമുക്കറിയാം മൊമെൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കിന് ഇ ഐ ഇൻറ്റു എന്തായിരുന്നു, ഡി സ്ക്വയർ വൈ ഡിവൈഡഡ് ബൈ ഡി എച്ച് സ്ക്വയർ ആയിരുന്നു, ഇസിക്കൽ ടു മൈനസ് പി വൈ പ്ലസ് എന്താണ് എച്ച് എക്സ്. ഓക്കെ, വൈ എല്ലാം ഒരു സൈഡിൽ കൊണ്ടുവരിക, ഇ ഐ ഇൻറ്റു ഡി സ്ക്വയർ വൈ ഡിവൈഡഡ് ബൈ ഡി എച്ച് സ്ക്വയർ പ്ലസ് പി വൈ ഇസിക്കൽ ടു എന്തായി എച്ച് എക്സ്. അവിടുന്ന് ഇ ഐ കൊണ്ട് ടോട്ടലി ഡിവൈഡ് ചെയ്യുക, നമ്മുടെ നേരത്തെ കൂട്ടാൻ ഡി സ്ക്വയർ വൈ ബൈ ഡി എച്ച് സ്ക്വയർ
പ്ലസ് പി വൈ ഡിവൈഡഡ് ബൈ ഇ ഐ ഇസ് ഈക്വൽ ടു എച്ച് എക്സ് ഡിവൈഡ് ബൈ എന്തെന്ന് വന്നു, ഇ ഐ എന്ന് വന്നു. അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്നത് ആ ഒരു പി ബൈ ഇ ഐ എന്ന് പറഞ്ഞ ടേമിന് നമ്മൾ എന്ത് കൊടുക്കുമായിരുന്നു, ആൽഫ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമായിരുന്നു. പി ബൈ ഇ ഐക്ക് വരെ നമ്മൾ ആൽഫ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. അതുപോലെ തന്നെ അപ്പോൾ ഇത് ഡി സ്ക്വയർ വൈ ഡിവൈഡ് ബൈ ഡി എച്ച് സ്ക്വയർ പ്ലസ് ആൽഫ സ്ക്വയർ വൈ. ഇനി അടുത്തായിട്ട് ആ 1/e ഇവിടുന്ന് 1/e നമുക്ക് എങ്ങനെ കിട്ടും, ആൽഫ സ്ക്വയർ ഡിവൈഡ് ബൈ പി എന്ന് കിട്ടത്തില്ലേ. സോ ഇവിടെ എന്ന് പറയുമ്പോൾ എച്ച് എക്സ് ഇൻറ്റു ആക്ച്വലി എന്താണ് 1/e ആണ്. ഓക്കെ, സോ ഇത് ഡി സ്ക്വയർ വൈ ഡിവൈഡ് ബൈ ഡി എച്ച് സ്ക്വയർ പ്ലസ് ആൽഫ സ്ക്വയർ വൈ ഈസ് ഈക്വൽ ടു എച്ച് എക്സ് ഇൻറ്റു 1/eക്ക് വരെ എന്ത് കൊടുക്കാം, ആൽഫ സ്ക്വയർ ബൈ പി കൊടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഡി സ്ക്വയർ കൊടുക്കാം. ഡി സ്ക്വയർ ബൈ ഡി എച്ച് സ്ക്വയറിന് ഡി സ്ക്വയർ കൊടുക്കുന്നു. വൈ പ്ലസ് ആൽഫ സ്ക്വയർ വൈ ഈക്വൽ ടു എച്ച് എക്സ് ഇൻറ്റു ആൽഫ സ്ക്വയർ ബൈ പി. നമ്മളുടെ 4 കേസിലും ഈ സ്റ്റെപ്പുകൾ ഒരേപോലെയാണ് കേട്ടോ. ഡി സ്ക്വയർ പ്ലസ് ആൽഫ സ്ക്വയർ ഇൻറ്റു എന്തെന്നെടുക്കാം, വൈന് എടുക്കാം, ഈക്വൽ ടു എച്ച് എക്സ് ഇൻറ്റു ആൽഫ സ്ക്വയർ ബൈ എന്തെന്ന് വന്നു, പി എന്ന് വന്നു. ഓക്കെ, സോ ഇവിടെ നമ്മൾ വൈയുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് സി എഫ് പ്ലസ് എന്തായിരിക്കും, പി ഐ ആയിരിക്കും. അടുത്തത് സി എഫ് എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു, ഈ ഫംഗ്ഷനെ നമ്മൾ 0 ടിക്കറ്റ് ചെയ്യുക, ഡി സ്ക്വയർ പ്ലസ് ആൽഫ സ്ക്വയർ ഈക്വൽ ടു 0. അവിടുന്ന് ഡിയുടെ വാല്യൂ പ്ലസ് ഓർ മൈനസ് ആൽഫ ഐ എന്ന് വരും. അടുത്തായിട്ട് നമ്മുടെ സി എഫ് എഴുതുമ്പോഴത്തേക്കിന് എ ഇൻറ്റു കോസ് ആൽഫ എക്സ് പ്ലസ് എന്തെന്ന് വന്നു, ബി സൈൻ ആൽഫ എക്സ്. ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടത് പർട്ടിക്കുലർ ഇൻ്റഗ്രൽ പി ഐ ആണ് വേണ്ടത്. ഓക്കെ, സോ പി ഐ കാണാനായിട്ട് എന്തായിരുന്നു ചെയ്യുന്നത്, പി ഐ എന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മുടെ ആർ എച്ച് എസ് ഡിവൈഡഡ് ബൈ നമ്മുടെ ആ ഡിയുടെ ഫംഗ്ഷൻ അല്ലേ. ഡിയുടെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കിന് ഡി സ്ക്വയർ പ്ലസ് ആൽഫ സ്ക്വയർ, ഡി സ്ക്വയർ പ്ലസ് എന്തായി ആൽഫ സ്ക്വയർ. ഇനി അടുത്തത് ആർ എച്ച് എസ് എന്ന് പറയുന്നത് എന്തായിരുന്നു വരുന്നത്, എച്ച് എക്സ് ഇൻറ്റു ആൽഫ സ്ക്വയർ ബൈ പി ആയിരുന്നു നമ്മുടെ എന്തെന്ന് പറയുന്നത്, ആർ എച്ച് എസ് എന്ന് പറയുന്നത്. എച്ച് എക്സ് ഇൻറ്റു ആൽഫ സ്ക്വയർ ബൈ പി ഹോൾ ഡിവൈഡ് ബൈ എന്താണ്, ഡി സ്ക്വയർ പ്ലസ് ആൽഫ സ്ക്വയർ. ഇവിടെ നമ്മൾ എച്ച് ആൽഫ സ്ക്വയർ പി എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. സോ അതിന് മാറ്റിയിട്ടു എച്ച് ആൽഫ സ്ക്വയർ ബൈ പി മാറ്റിയിട്ടു. ബാലൻസ് എന്താണുള്ളത്, എക്സ് ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ പ്ലസ് എന്താണ്, ആൽഫ സ്ക്വയർ ആണുള്ളത്. ഓക്കെ, സോ ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്കൊരു വേരിയബിൾ വന്നിട്ടുണ്ട്, എക്സ് വന്നിട്ടുണ്ട് ഇല്ലേ. നേരത്തെ കേസിൽ നമുക്ക് ഇൻറ്റു 1 എന്ന് വരുമായിരുന്നു. അപ്പോൾ e⁻0 എക്സ് കൊടുക്കും, ഈ ഡിക്ക് വരം 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തായിരുന്നു നമ്മൾ പോകുന്നത്. ഇവിടെ ഇപ്പം നിങ്ങൾ ജസ്റ്റ് ഇപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ നമ്മുടെ എച്ച് ബൈ പി ഇൻറ്റു എക്സ് ആയിരിക്കും. അങ്ങനെ അങ്ങ് ഓർത്ത് വെക്കുക, എച്ച് ബൈ പി ഇൻറ്റു എത്ര ആയിരിക്കും, എക്സ് ആയിരിക്കും. അതാണ് പർട്ടിക്കുലർ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ. ഇതിപ്പം ഇവിടെ ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ എന്താണ് 0 കൊടുക്കുവാണെന്ന് വിചാരിച്ചു. ഓക്കെ, ഇപ്പോൾ നമ്മൾ നേരത്തെ കേസ് വെച്ചിട്ടാണെങ്കിൽ ഡിക്ക് 0 കൊടുത്തു. അപ്പോൾ 0 കൊടുത്തു, ആൽഫ സ്ക്വയർ വെട്ടിപ്പോയി, ബാക്കി എത്ര വന്നു, എച്ച് ബൈ പി ഇൻറ്റു എന്താണ്, എക്സ്. ഇങ്ങനെ ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി ഇത് അറിയണം എന്ന് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതെങ്ങനെയാണ് വന്നേന്ന് നമുക്ക് നോക്കാം. ഇത് വന്നേക്കുന്നത് ഇവിടെ അത് നമ്മൾ ലാസ്റ്റ് പറയാം. ഓക്കെ, അത് വേണ്ടവർ മാത്രം അത് ശ്രദ്ധിച്ചാൽ മതി. ഇതിപ്പം ജസ്റ്റ് വരുന്നത് എച്ച് ബൈ പി ഇൻറ്റു ഇവിടെ ഇപ്പോൾ ഒരു നമ്മളിപ്പോൾ സാധാരണ ഇതിൽ ഡിക്ക് 0 കൊടുക്കും. അങ്ങനെ ആൽഫ സ്ക്വയർ വെട്ടിപ്പോയി എച്ച് ബൈ പി ഇൻറ്റു എക്സ് വന്നെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ആക്ച്വലി അങ്ങനെയല്ല വരുന്നത്, അതെങ്ങനെയാണെന്ന് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയാം. ഓക്കെ, അപ്പോൾ പർട്ടിക്കുലർ ഇൻ്റഗ്രൽ അത്രയും വന്നു. സോ നമ്മളുടെ വൈ എന്ന് പറയുന്നത് എന്തായിരുന്നു, സി എഫ് പ്ലസ് പി ഐ ആയിരുന്നു. സോ സി എഫ് എന്ന് പറയുന്നത് എ ഇൻറ്റു നമുക്ക് കിട്ടിയ വാല്യൂ എ ഇൻറ്റു കോസ് ആൽഫ എക്സ് പ്ലസ് ബി ഇൻറ്റു സൈൻ ആൽഫ എക്സ്. ഇത് നമ്മുടെ വൈ. എ സി എഫ് എന്ന് പറയുന്നത് എ കോസ് ആൽഫ എക്സ് പ്ലസ് ബി സൈൻ ആൽഫ എക്സ് പ്ലസ് പർട്ടിക്കുലർ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് എച്ച് ബൈ പി ഇൻറ്റു എന്താണ്, എക്സ്. ഓക്കെ, ഇനി അടുത്തായിട്ട് ചെയ്യേണ്ടത് നമ്മളുടെ ബൗണ്ടറി കണ്ടീഷൻസ് കൊടുക്കുക. അപ്പോൾ ഇവിടുത്തെ ബൗണ്ടറി കണ്ടീഷൻ നമുക്ക് നോക്കാം. അപ്പോൾ ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുമ്പം ഇവിടെ 2 എൻഡിലും, അതായത് ഈ ഒരു എൻഡിലും ഡിഫ്ലക്ഷൻ്റെ വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും. സോ ഇവിടെ y ഈക്വൽ ടു 0 ആണ്, ഇവിടെയും y ഈക്വൽ ടു എന്താണ്, 0 ആണ്. സോ അറ്റ് എക്സ് ഈക്വൽ ടു വൈ ഈക്വൽ ടു 0. എക്സിൻ്റെ വാല്യൂ നമ്മുടെ എക്സിൻ്റെ സെക്ഷൻ ഇവിടെ ആകുമ്പോൾ ഡിഫ്ലക്ഷൻ എന്താണ്, 0 അല്ലേ. സോ എക്സിൻ്റെ വാല്യൂ 0 ആകുമ്പം ഡിഫ്ലക്ഷൻ്റെ വാല്യൂ എന്ത് വരും, 0 വരും. അതുപോലെ തന്നെ എക്സിൻ്റെ വാല്യൂ L ആകുമ്പോഴും ഡിഫ്ലക്ഷൻ്റെ വാല്യൂ y എന്തായിരിക്കും വരുന്നത്, 0 ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇനി അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് അതെ എക്സ് ഈക്വൽ ടു 0യിലും y 0 ആണ്. അറ്റ് എക്സ് ഈക്വൽ ടു എല്ലിലും വൈയുടെ വാല്യൂ എന്താണ്, 0 ആണ്. അത് രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ. ഇനി ഒരു ബൗണ്ടറി കണ്ടീഷനോടെ എന്ന് പറയുമ്പം നമ്മളുടെ സ്ലോപ്പാണ്. ഈ ഒരു പോയിന്റിൽ സ്ലോപ്പ് ഉണ്ട് അല്ലേ, കാരണം നമ്മൾ ഈ ഒരു പോയിന്റ് ടാൻജൻറ്റ് വരച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും ഇൻക്ലിനേഷൻ വരുന്നുണ്ട്. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പം ഒന്ന് ശ്രദ്ധിക്കണേ, ഇവിടെ ഇപ്പം പിൻ ജോയിൻ്റ് ആകുമ്പം ഇവിടുന്നേ ഡിഫ്ലക്ഷൻ ഉണ്ട്. പക്ഷേ ഇവിടെ ഫിക്സഡ് ആയതുകൊണ്ട് ഈ ഒരു പർട്ടിക്കുലർ പോർഷനിൽ എന്തില്ല, ഡിഫ്ലക്ഷൻ ഇല്ല.
ഇത്രയും പോർഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ആ കർവ് എന്ത് ചെയ്യുന്നത്, ഡിഫ്ലക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കോളം ഡിഫ്ലക്റ്റ് ചെയ്യുന്നത്. സോ ഈ ഒരു പോയിന്റിൽ നമ്മൾ ടാൻജൻറ്റ് വരച്ച് കഴിഞ്ഞാൽ അവിടെ സ്ലോപ്പ് ഉണ്ടോ, ഇല്ല. സോ ആ ഒരു ബൗണ്ടറി കണ്ടീഷനോടെ നമുക്ക് പറയാം അറ്റ് എക്സ് ഈക്വൽ ടു എത്രയാണ്, അറ്റ് എക്സ് ഈക്വൽ ടു എല്ലിൽ സ്ലോപ്പ് dy/dx വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, സോ ഈ ഒരു ബൗണ്ടറി കണ്ടീഷൻ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എക്സിൻ്റെ വാല്യൂ 0 കൊടുക്കുന്നു. എക്സിൻ്റെ വാല്യൂ 0 കൊടുക്കുമ്പോഴത്തേക്കിന് വൈയുടെ വാല്യൂ 0. സോ വൈ ഈക്വൽ ടു 0 ഇതെന്ന് പറയുന്നത് a ഇൻറ്റു കോസ് 0 പ്ലസ് അടുത്തത് b ഇൻറ്റു സൈൻ 0 പ്ലസ് h/p ഇൻറ്റു എക്സ് എന്നുള്ളത് എന്തായിപ്പോയി, അത് എന്തായി പോവും, 0 ആയി പോവും. ഓക്കെ, സോ ഇവിടുന്ന് b ഇൻറ്റു സൈൻ 0 0 ആണ്. സോ ഈ ടൈം 0 ആയിപ്പോയി. ബാക്കി വരുന്നത് 0 ഈക്വൽ ടു a ഇൻറ്റു കോസ് 0 1 അല്ലേ. സോ എയുടെ വാല്യൂ എന്തെന്ന് കിട്ടി, 0 എന്ന് കിട്ടി. ഇനി അടുത്ത് ഈ ഒരു ബൗണ്ടറി കണ്ടീഷൻ നോക്കാം. ഈ ഒരു ബൗണ്ടറി കണ്ടീഷനകത്ത് എക്സ് ഈക്വൽ ടു എല്ലിൽ dy/dx വാല്യൂ എന്താണ് പറഞ്ഞേക്കുന്നത്, 0 ആണ് പറഞ്ഞേക്കുന്നത്. അല്ല, രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ നോക്കാം. ഓക്കെ, അറ്റ് എക്സ് ഈക്വൽ ടു എല്ലിൽ വൈയുടെ വാല്യൂ എന്താണ്, 0. അപ്പോൾ എക്സ് ഈക്വൽ ടു എല്ല് കൊടുക്കുമ്പോൾ ഈ കണ്ടീഷനകത്തോട്ട് എക്സ് ഈക്വൽ ടു എല്ല് കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ എന്ത് വരണം, 0. സോ വൈയുടെ വാല്യൂ 0 വരുന്നു. അടുത്തത് a ഇൻറ്റു കോസ് ആൽഫ എൽ പ്ലസ് b ഇൻറ്റു സൈൻ ആൽഫ എൽ പ്ലസ് h/p ഇൻറ്റു എന്തെന്ന് വന്നു, എൽ എന്ന് വന്നു. ഓക്കെ, സോ ഇവിടെ a എന്ന് പറയുന്നത് ഓൾറെഡി 0 ആണ്. സോ ഈ ടൈം അങ്ങ് പോയി. ഇനി അടുത്തായിട്ട് വരുന്നത് b സൈൻ ആൽഫ എൽ, b ഇൻറ്റു സൈൻ ആൽഫ എൽ ഈക്വൽ ടു നമുക്കെങ്ങനെ വരാം, ഇതങ്ങ് ഇപ്പുറത്ത് പോയി മൈനസ് h/p ഇൻറ്റു എന്തെന്ന് വന്നു, എൽ എന്ന് വന്നു. ഓക്കെ, സോ ഇവിടെ നമുക്ക് ബിയുടെ വാല്യൂ കിട്ടുന്നത് മൈനസ് h/p ഇൻറ്റു എല് ഡിവൈഡഡ് ബൈ എന്തെന്നാണ്, സൈൻ ആൽഫ എൽ എന്നാണ് കിട്ടുന്നത്. ഓക്കെ, സോ മൈനസ് h ഇൻറ്റു എൽ ഡിവൈഡഡ് ബൈ p ഇൻറ്റു സൈൻ ആൽഫ എൽ. ഇതായിരിക്കും നമ്മുടെ ബിയുടെ വാല്യൂ എന്ന് പറയുന്നത്. സോ എയുടെ വാല്യൂ കിട്ടി, ബിയുടെ വാല്യൂ കിട്ടി. ഇതെന്ത് ചെയ്യുക, ഈ ഒരു ഇക്വേഷനകത്തോട്ട് ഇട്ട് കൊടുക്കുക. സോ ആ ഒരു ഇക്വേഷനകത്തോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ വൈയുടെ വാല്യൂ എങ്ങനെ ആയിരിക്കും വരുന്നത്, വൈ ഈക്വൽ ടു നോക്കാം, വൈ ഈക്വൽ ടു എയുടെ ടൈം പോയി, ബാക്കി ബി സൈൻ ആൽഫ എക്സ് പ്ലസ് h/p എക്സ് അല്ലേ. സോ ബിക്ക് പകരമായിട്ട് മൈനസ് എച്ച് എൽ ഡിവൈഡഡ് ബൈ പി സൈൻ ആൽഫ എൽ, ആൽഫ എൽ അല്ല, ആൽഫ എൽ അല്ല, അതെ, ബി എക്ക് വരായിട്ട് മൈനസ് എച്ച് എൽ ഡിവൈഡ് ബൈ പി സൈൻ ആൽഫ എൽ ഇൻറ്റു എന്തുകൂടെ ഉണ്ട്, സൈൻ ആൽഫ എക്സ്. ഓക്കെ, സൈൻ ആൽഫ എക്സ് പ്ലസ് h/p ഇൻറ്റു എക്സ് പ്ലസ് h/p ഇൻറ്റു എക്സ്. ഇതാണ് നമ്മുടെ വൈയുടെ ഇക്വേഷൻ വന്നിരിക്കുന്നത്. ഇനി അടുത്ത് നമുക്ക് മൂന്നാമത്തെ ബൗണ്ടറി കണ്ടീഷൻ കൊടുക്കാം, എന്നാലേ നമുക്ക് ലോഡ് കിട്ടത്തുള്ളൂ. അപ്പോൾ മൂന്നാമത്തെ ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുമ്പോൾ അറ്റ് എക്സ് ഈക്വൽ ടു എല്ലിൽ dy/dx വാല്യൂ എന്ത് വരണം, 0. സോ നമുക്ക് ഇവിടുന്ന് dy/dx കാണാം. dy/dx എന്ന് പറയുമ്പോൾ ഈ ടൈം കോൺസ്റ്റൻ്റ് ആണ്, അതിന് മാറ്റിയിട്ട് മൈനസ് എച്ച് എൽ ഡിവൈഡഡ് ബൈ പി സൈൻ ആൽഫ എൽ. അടുത്ത സൈൻ ആൽഫ എക്സ് ചെയ്യുമ്പം കോസ് ആൽഫ എക്സ് ഇൻറ്റു എന്താണ്, ആൽഫ. അതുപോലെ തന്നെ ഇത് ചെയ്യുമ്പം h/p കോൺസ്റ്റൻ്റ് ആണ്, h/p ഇനി മാറ്റിയിട്ടു. അടുത്ത എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. ഓക്കെ, ഇനി ഇതിനകത്തോട്ട് നമ്മുടെ കണ്ടീഷൻ കൊടുക്കുമ്പോൾ എക്സിനെല്ലാം എല്ല് കൊടുക്കുക, dy/dx 0. സോ dy/dx 0 ആയി. അടുത്ത മൈനസ് എച്ച് എൽ ഡിവൈഡഡ് ബൈ പി സൈൻ ആൽഫ എൽ ഇൻറ്റു ആൽഫ, ഈ ഉള്ള ആൽഫ ഇൻറ്റു കോസ് ആൽഫ എക്സിന് എന്താ കൊടുക്കാൻ പറഞ്ഞേക്കുന്നത്, എല്ലാണ് കൊടുക്കാൻ പറഞ്ഞേക്കുന്നത്. സോ കോസ് ആൽഫ എൽ പ്ലസ് എന്തെന്ന് വന്നു, h/p. ഓക്കെ, സോ ഇപ്പം ഈ ഒരു ടൈമിന് ഞാൻ ഇപ്പുറത്ത് കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ എച്ച് എൽ ഇൻറ്റു ആൽഫ ഡിവൈഡഡ് ബൈ പി സൈൻ ആൽഫ എൽ ഇൻറ്റു കോസ് ആൽഫ എൽ ഇസിക്വൽ ടു എന്തെന്ന് വന്നു, h/p. ഓക്കെ, സോ ഈ ഒരു എച്ചും ക്യാൻസലായി, പിയും എന്തായി, ക്യാൻസലായി. അപ്പോൾ റിമൈനിങ് എന്താ ഉള്ളത്, എൽ ഇൻറ്റു ആൽഫ ഇൻറ്റു കോസ് ആൽഫ എൽ ഡിവൈഡ് ബൈ എന്താണ്, സൈൻ ആൽഫ എൽ ഈക്വൽ ടു എന്താണ്, 1. ഓക്കെ, സോ ഇവിടെ നമുക്ക് എൽ ഇൻറ്റു ആൽഫ ഈക്വൽ ടു, ഇത് ഇപ്പുറത്ത് വരുവാണെന്നുണ്ടെങ്കിൽ സൈൻ ആൽഫ എൽ ഡിവൈഡ് ബൈ എന്താണ്, കോസ് ആൽഫ എൽ എന്ന് വരത്തില്ലേ. ഓക്കെ, സോ എൽ ഇൻറ്റു ആൽഫ ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം, സൈൻ ആൽഫ എൽ ഡിവൈഡഡ് ബൈ കോസ് ആൽഫ എൽ, അല്ലെങ്കിൽ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്താണ്, ടാൻ ആൽഫ എൽ വരത്തില്ലേ. ഓക്കെ, സോ ഇങ്ങനെ, അതായത് ടാനിൻ്റെ ഒരു ആംഗിളിൽ, ടാനിൻ്റെ ഏതോ ഒരു ആംഗിൾ എടുത്തപ്പം ആ ആംഗിൾ തന്നെ ആൻസർ വന്നു. ഓക്കെ, ടാനിൻ്റെ ഒരു ആംഗിൾ എടുത്തപ്പം ആ ആംഗിൾ തന്നെ എവിടെ വന്നു, നമ്മുടെ ആൻസർ വന്നു. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ആംഗിൾ
ആ ആൽഫ എല്ലിൻ്റെ വാല്യൂ. ഇത് എൽ ഇൻറ്റു ആൽഫ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ആൽഫ ഇൻറ്റു എൽ എന്ന് എഴുതിക്കൂടെ? തിരിച്ചു എഴുതാം. ഓക്കെ, സോ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ടാൻ ആൽഫ എൽ ഈക്വൽ ടു എന്താണ് കിട്ടിയിരിക്കുന്നത്? ആൽഫ എൽ എന്ന് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, സോ ടാനിൻ്റെ ഏതൊരു ആംഗിൾ എടുത്തപ്പോൾ ആ ആംഗിൾ തന്നെയാണ് ആൻസർ വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൽഫ എൽ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഒരു 4.49 അല്ലെങ്കിൽ ഒരു 4.5 എന്ന് ഓർത്തിരുന്നാലും മതി. ഓക്കെ, ആ 4.49 റേഡിയൻ ആയിരിക്കണം. മനസ്സിലായോ? അപ്പോൾ ടാൻ 4.49 റേഡിയൻ ഇട്ട് കൊടുത്താൽ ആൻസർ എത്ര തന്നെയാണ് വരുന്നത്? 4.49. ടാൻ 4.49 റേഡിയൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര തന്നെ വരും? 4.49. ഓക്കെ, സോ ആൽഫ എല്ലിൻ്റെ വാല്യൂ എത്ര വന്നു? 4.49 വന്നു. ഓക്കെ, സോ നമുക്ക് ആൽഫ അറിയാം. ആൽഫ എന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷനിലായിരുന്നു. ആൽഫ സ്ക്വയർ എന്ന് പറയുന്നത് P/E ആയിരുന്നു. സോ ആൽഫ എന്ന് പറയുന്നത് റൂട്ട് എന്ത് വന്നു? P/EI ഇൻറ്റു എന്താണ്? എൽ ഈസ് ഈക്വൽ ടു 4.49. ഇത് ഇനി സ്ക്വയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ P/EI ഇൻറ്റു എൽ സ്ക്വയർ ഈക്വൽ ടു എന്തെന്ന് വരും? 4.49 ദി ഹോൾ സ്ക്വയർ എന്ന് വരും. ഓക്കെ, സോ ഇവിടുന്ന് പിയുടെ വാല്യൂ 4.49 ദി ഹോൾ സ്ക്വയർ ഇൻറ്റു EI ഡിവൈഡഡ് ബൈ എൽ സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഈ 4.49 ദി ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ ആക്ച്വലി 2π സ്ക്വയർ ആണ്. 2 ഇൻറ്റു പൈ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് 4.49 ഹോൾ സ്ക്വയർ കിട്ടും. ഓക്കെ, സോ ഇൻറ്റു EI ഡിവൈഡ് ബൈ എന്താണ്? എൽ സ്ക്വയർ. ഓക്കെ, സോ ഇവിടുന്ന് നമ്മുടെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? പൈ സ്ക്വയർ EI ഡിവൈഡഡ് ബൈ എൽ ഇ സ്ക്വയർ. ആ ഒരു ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യണം. സോ ഇവിടെ പൈ സ്ക്വയർ EI ടോപ്പിൽ വന്നു, ഡിവൈഡഡ് ബൈ എൽ സ്ക്വയർ ബൈ 2. സോ പൈ സ്ക്വയർ EI ഡിവൈഡഡ് ബൈ എൽ സ്ക്വയർ ബൈ 2നെ നമുക്ക് എങ്ങനെ എഴുതാം? എൽ ബൈ റൂട്ട് 2 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? എല്ലിനെ സ്ക്വയർ ചെയ്യുമ്പോൾ എൽ സ്ക്വയർ, റൂട്ട് 2നെ സ്ക്വയർ ചെയ്യുമ്പോൾ 2 വരും. സോ ഇതായിരിക്കും നമ്മുടെ ലോഡ് കാണാനുള്ള ഇക്വേഷൻ. സോ ഇവിടെ നമുക്ക് എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ എൽ ബൈ റൂട്ട് 2 ആയിരിക്കും ഇവിടുത്തെ എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ആ സ്കിപ്പ് ചെയ്ത പർട്ടിക്കുലർ ഇൻ്റഗ്രലിൻ്റെ ആ പോർഷൻ പറയുകയാണ്. ഇത് കിട്ടാനായിട്ട് എച്ച് ആൽഫ സ്ക്വയർ പി കോൺസ്റ്റൻ്റ് ആണ്, അത് പിടിച്ച് മാറ്റിയിട്ടു. ഇങ്ങനൊരു വേരിയബിളാണ് വരുന്നതെന്നുണ്ടെങ്കിൽ, ഇങ്ങനൊരു വേരിയബിൾ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ അടിയിലുള്ള ഫംഗ്ഷനെ 1+x എന്ന് പറഞ്ഞ ഫോമിൽ ആക്കണം. ഓക്കെ, അടിയിലുള്ള ഫംഗ്ഷനെ. സോ അല്ലെങ്കിൽ 1+d² എന്ന് പറഞ്ഞ ടൈമിലാക്കണം. അപ്പോൾ 1+d² എന്ന് പറഞ്ഞ ടൈമിലാക്കാനായിട്ട് ഇത് എച്ച് ആൽഫ സ്ക്വയർ ബൈ പി ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ ആൽഫ സ്ക്വയറിന് കോമ എടുക്കുക. ആൽഫ സ്ക്വയറിന് കോമ എടുത്തപ്പോഴത്തേക്കിന് ബ്രാക്കറ്റിൽ എന്ത് വന്നു? ഇവിടെ d² ബൈ ആൽഫ സ്ക്വയർ പ്ലസ് എന്തെന്ന് വന്നു? 1 എന്ന് വന്നു. ഓക്കെ, സോ ഇവിടെ നമുക്ക് എച്ച് ആൽഫ സ്ക്വയർ ബൈ പി ഇൻറ്റു ഇവിടെ 1 ബൈ ആൽഫ സ്ക്വയർ ഉണ്ട് ഇൻറ്റു എക്സ് ഡിവൈഡ് ബൈ, ഇതിനെ നമുക്ക് തിരിച്ചെഴുതാം 1+d² ബൈ ആൽഫ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, സോ ഇവിടുന്ന് ഈ ഒരു ആൽഫ സ്ക്വയറും ക്യാൻസലായി, ബാക്കി എത്ര വന്നു? എച്ച് ബൈ പി. ഇനി അടുത്ത് ഇതിനെ നമുക്ക് മുകളിൽ പോകും. അത് മുകളിൽ പോകുമ്പോഴത്തേന് 1+d² ബൈ ആൽഫ സ്ക്വയർ ദ ഹോൾ റൈസ് ടു -1 ഇൻറ്റു എക്സ്. ഇനി ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1+x ദ ഹോൾ റൈസ് ടു -1ൻ്റെ എക്സ്പാൻഷൻ ഉണ്ട്. 1 - x + h² - h³ പ്ലസ് എക്സെട്ര. സോ ആ രീതിയിൽ വരുമ്പം എച്ച് ബൈ പി ഇൻറ്റു 1 - d² ബൈ ആൽഫ സ്ക്വയർ പ്ലസ് d² ബൈ ആൽഫ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ മൈനസ് d² ബൈ ആൽഫ സ്ക്വയർ ദ ഹോൾ ക്യൂബ് പ്ലസ് എക്സെട്ര. അങ്ങനെ അങ്ങ് പോകും. ഓക്കെ, സോ ഇതെന്ന് പറയുമ്പോൾ ഇൻറ്റു എന്തുകൂടെ ഉണ്ട്? എക്സ് കൂടെ ഉണ്ട്. സോ ഈ എക്സിന് അകത്തോട്ട് കയറ്റ് എച്ച് ബൈ പി ഇൻറ്റു 1 - d² ബൈ ആൽഫ സ്ക്വയർ ഓഫ് എക്സ് പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞ് പോകുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ എല്ലാ ടൈമിലും എക്സ് കയറും. പക്ഷേ ഇവിടെ എക്സ് ഈ ടൈമിലും വരും കേട്ടോ. മൾട്ടിപ്ലൈ ചെയ്യുമ്പം 1 × x d² ബൈ ആൽഫ സ്ക്വയർ ഇൻറ്റു എക്സ് അങ്ങനെ വന്നില്ലേ? സോ ഇത് എച്ച് ബൈ പി ഇൻറ്റു ഇത് എക്സ് ആയി. ആക്ച്വലി ഈ ഡി എന്ന് പറയുന്നത് എന്തായിരുന്നു? d/dx ആയിരുന്നു അല്ലേ? അപ്പോൾ d² എന്ന് പറയുന്നത് d² ബൈ dh² ആണ്. ഓക്കെ, സോ ഇവിടെ dx എന്ന് പറയുമ്പം d/dx ഓഫ് 1x വന്നു. ഓക്കെ, സോ ഇതിൻ്റെ ആൻസർ 1 വന്നു. ഇനി d² ഓഫ് x എന്ന് പറയുമ്പോൾ എന്താണ്? ഈ കിട്ടിയ 1നെ ഒന്നുകൂടെ എന്ത് ചെയ്യണം? ഡെറിവേറ്റീവ് ചെയ്യണം. സോ d/dx ഓഫ് 1, അതിൻ്റെ ആൻസർ എന്ത് വരും? 0 വരും. ഓക്കെ, സോ ഹയർ ഡെറിവേറ്റീവ് എല്ലാം എന്തായിപ്പോയി? 0 ആയിപ്പോവും. ബാക്കിയെല്ലാം എന്തായിരിക്കും? 0 ആയിരിക്കും വരുന്നത്. ഓക്കെ, കാരണം ഇത് 4th ഡെറിവേറ്റീവ് വരും, ഇത് 8th ഡെറിവേറ്റീവ് വരും, അതെല്ലാം 0 ആയിരിക്കും വരുന്നത്. സോ ഈ ഫസ്റ്റ് ടൈം മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. സോ ഇങ്ങനെയാണ് ഇത് വരുന്നത്. അത് എച്ച് ബൈ പി ഇൻറ്റു എക്സ് വരുന്നത്. ഇത് വേണം എന്നില്ല, നേരത്തെ പറഞ്ഞിട്ട് ജസ്റ്റ് അതങ്ങ് ഓർത്തിരുന്നാൽ മതി. ഡിക്ക് നമ്മൾ 0 കൊടുക്കുന്നു. ഡിക്ക് 0 കൊടുക്കുമ്പോഴത്തേക്കിന്
അതങ്ങ് പോയി. ബാക്കി എന്താണ് ആൽഫ സ്ക്വയറും വെട്ടിപ്പോയി. ബാക്കി എന്ത് വന്നു? h/p × x വന്നു. ഇങ്ങനെ അങ്ങ് ഓർത്തിരുന്നാലും മതി. ഓക്കെ.